Hello students, now we move on to the next section, and this section contains limit theorems. Limit theorems എന്നൊരു section നിങ്ങൾ സീക്വൻസിന്റെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ജിയോ സാർ നിങ്ങളെ സീക്വൻസ് പഠിപ്പിച്ചപ്പോൾ അതിന്റെ സെക്കൻഡ് മൊഡ്യൂളിന്റെ സെക്കൻഡ് സെക്ഷനിൽ ലിമിറ്റ് തിയറംസ് ഉണ്ടായിരുന്നു. ലിമിറ്റ് തിയറംസ് എന്നാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായി. സീക്വൻസസിന്റെ ലിമിറ്റ് തിയറംസ് ഇഫ് sequence x equal to xn converges to x and sequence yn xy capital Y എന്നൊക്കെ എഴുതുന്ന രീതി ഉണ്ടെന്നോ. yn converges to y, xn converges to x, yn converges to y, then the sequence capital X plus y, that is a representation x plus y, and it is defined by the nth term. X is defined by its nth term xn, x plus y is defined by its nth term, which is the sum of the nth terms of capital X and capital Y. Nth term is xn plus y. This sequence converges to sum of the limits of the first two sequences, converges to x plus y. And the next part of the theorem says that x minus y, xn minus yn ആയിരിക്കും terms, converges to small x minus small y. Then you have x into y. X into y defined by product of the nth terms of x and y. x and y എന്ന് പറയുന്ന product, real numbers product tends to x into y. പിന്നെ scalar product. C is a constant and capital X is the given sequence defined by multiply each of the terms of capital X by C. Cxn ആണ് in the term. That converges to constant. അതേപോലെ തന്നെ നിൽക്കും xnന്റെ ലിമിറ്റ് x എടുക്കുക, cx ലേക്ക് കൺവേർജ് ചെയ്യും. പിന്നെ പ്രത്യേകതയുള്ളത് ഡിവിഷൻ ആണ്. അതുകൊണ്ട് xn yn അല്ല പറയാം. അതിനെന്താണ് ഡിവിഷൻ നടക്കുന്നുണ്ട്, ഡിനോമിനേറ്റർ നോൺ സീറോ ആണ് എന്ന് നമുക്ക് ഉറപ്പാക്കണം. അപ്പൊ z is a sequence. അവിടെ z equal to sequence z is a sequence of non-zero real numbers. എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ z അല്ല, നോൺ സീറോ ആണ്. And this tends to z and z not equal to 0. ഇത് നോൺ സീറോ ആണ്, എന്നാലേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. Then x by z എന്ന് പറയുന്ന സീക്വൻസ്, അത് റെപ്രസെന്റേഷൻ മാത്രമാണ്. അതെന്താ, എന്ത് ടേംസ് ഡിവൈഡ് ചെയ്യുന്നത് xn by zn. ഈ ഡിവിഷൻ നടക്കണമെങ്കിൽ zn നോൺ സീറോ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ടെൻസ് ടു ന്യൂമറേറ്ററിന്റെ ലിമിറ്റ് ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് നോൺ സീറോ ആണെങ്കിൽ ഇത് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ z നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഇതാണ് ലിമിറ്റ് സീറോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് സീക്വൻസ് നിങ്ങൾ പഠിച്ചു, അപ്പോൾ അതുമായിട്ട് വളരെ സാമ്യമുണ്ട്. നിങ്ങൾക്കിനി ലിമിറ്റ്സിന്റെ പോർഷനിലെ തിയറംസ് ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. അവിടുത്തെ റിസൾട്ട് ജസ്റ്റ് എടുത്ത് ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളതിൽ ഉപേക്ഷ വിചാരിക്കരുത്. ലിമിറ്റ് എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ലിമിറ്റ് തിയറംസ് കഴിഞ്ഞാൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണാം. അത്തരം പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഒട്ടും മടി വിചാരിക്കരുത്. വെക്കേഷൻ സമയത്ത് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. നമുക്ക് തുറന്നു കഴിയുമ്പോൾ 6th സെമസ്റ്ററിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. എക്സാംസ് എല്ലാം ഉടനുടൻ തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. ലിമിറ്റിന്റെ മൊഡ്യൂള് സീക്വൻസിന്റെ സീരീസിന്റെ ഒക്കെ ഒരു റെപ്പറ്റേഷൻ പോലെ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ലിമിറ്റ് തിയറംസ് സീക്വൻസിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ തുടങ്ങിയിരുന്നത് ഒരു ഡെഫിനിഷനിലാണ്. നമ്മൾ ലിമിറ്റ് തിയറംസിന്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണ് അറിയാം. അവിടെ സീക്വൻസിന്റെ ബൗണ്ടഡ്നെസ് ആണ് പറഞ്ഞിരുന്നത്. എക്സ് ഈക്വൽ ടു സീക്വൻസ് xn ബൗണ്ടഡ് ആകുന്നത് എങ്ങനെയാണ് എന്നൊരു ഡെഫിനിഷനാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്തെടുത്ത് പറയുന്നത്. ബൗണ്ടഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ് എന്നാണ് ആദ്യം അവിടെ കൊടുത്തിരുന്ന ഒരു കാര്യം. ദിസ് ഇസ് ബൗണ്ടഡ് ഈഫ് ദെയർ x is a real number and number is capital M denoted by capital M such that എങ്ങനെയാ, മോഡുലസ് ഓഫ് xn സീക്വൻസിന്റെ എന്ത് ടേം ആണ് xn, മോഡുലസ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് പറയാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മതി. ആദ്യത്തെ ഭാഗം നമുക്ക് സീക്വൻസിന്റെ ഡെഫിനിഷനിൽ പലപ്പോഴും ഉപേക്ഷിക്കുക ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ബൗണ്ടഡ് ആണെന്ന് പറയാൻ നമുക്ക് മുഴുവൻ ടേംസും വേണം. ഫോർ ഓൾ n കൺവേർജൻസിനൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മതി, പക്ഷെ ബൗണ്ടഡ്നെസ്സിന് മുഴുവൻ വേണം. ഫോർ ഓൾ ടേംസ് xn മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ബൗണ്ടഡ്. ഇനി നിങ്ങൾക്ക് ബൗണ്ടഡ് ഫംഗ്ഷന്റെ കാര്യമൊക്കെ അറിയാം.
എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂസ് ലോവർ ബൗണ്ട് ഉണ്ടാവണം, അപ്പർ ബൗണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ മോഡ് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നതുപോലെ പറയണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്ന ബൗണ്ടഡ് എന്നൊരു ഡെഫിനിഷനിലാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻസിലാണ്. ലിമിറ്റ് വേണേൽ ഫംഗ്ഷൻ വേണം. അപ്പൊ ബൗണ്ടഡിന്റെ സീക്വൻസിലല്ല, ലിമിറ്റ് നമുക്കൊരു സീക്വൻസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഒക്കെ നമുക്ക് പറയാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ ആണ് ഈ സെക്ഷനിൽ. ബൗണ്ടഡ് അവിടെയും ലിമിറ്റ് തിയറംസിന് മുന്നോടിയായി ബൗണ്ടഡ്നെസ് ആണ് പഠിച്ചത്. ഇവിടെ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആൻഡ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ആണ് നമ്മളിവിടെ തുടങ്ങിയപ്പോൾ തന്നെ. സി ഈസ് എ മെമ്പർ ഓഫ് സി മെമ്പർ ആണ് നൽകുക, ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് സി ഈസ് എ ക്ലസ്റ്റർ, സി മെമ്പർ ഓഫ് ആർ, സി എലമെന്റ് ഓഫ് ദ റിയൽ ലൈൻ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. എയുടെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് വിചാരിക്കുക. ബൗണ്ടഡ്നെസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ സിയുടെ ഒരു നെയ്ബർഹുഡിലാണ്. ദ ഫംഗ്ഷൻ എഫ് ഈസ് ബൗണ്ടഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സി. സിയുടെ ഒരു നെയ്ബർഹുഡിൽ, നെയ്ബർഹുഡ് ഓഫ് സി. നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെൽറ്റ നെയ്ബർഹുഡ് ആണ് പറയാറ്, വി ഡെൽറ്റ ഓഫ് സി എന്നൊക്കെ പറയാം. ബൗണ്ടഡോടെ നെയ്ബർഹുഡ് ഓഫ് സി ഇഫ് ദർ എക്സിസ്റ്റ്, നെയ്ബർഹുഡിലാവുന്ന ഒരു നെയ്ബർഹുഡ് എക്സിസ്റ്റ് ചെയ്യണം സിക്ക് ചുറ്റും, അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ആണ് ശരിക്കും, പോസിറ്റീവ് സ്മോൾ നമ്പർ ഡെൽറ്റ, വി ഡെൽറ്റ ഓഫ് സി ആൻഡ് എ കോൺസ്റ്റന്റ്. ബൗണ്ടഡ്നെസ്സിന് ഒരു കോൺസ്റ്റന്റ് വേണം. ആൻഡ് എ കോൺസ്റ്റന്റ് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് എം തന്നെ വിളിക്കാം. എം ഗ്രേറ്റർ ദാൻ 0. മോഡുലസ് ഒക്കെ ഇവിടെ എടുത്തിരിക്കുന്നത്, ഇനി എടുക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് റിയൽ നമ്പർ എം ഇവിടെയും ഗ്രേറ്റർ ദാൻ 0 ആണ്, മോഡുലസുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റന്റ് എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ്, ഇവിടെ നമ്മൾ എന്തിന്റെ മോഡുലസ് കമ്പയർ ചെയ്യും? എഫ് ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് എന്ന് പറയാനാ. അപ്പൊ നമുക്ക് എഫ് എക്സിന്റെ മോഡുലസ് കമ്പയർ ചെയ്യാം. മോഡ് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഈ എൻ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ്, നമ്മൾ എല്ലായിടത്തും പറഞ്ഞിട്ടില്ലല്ലോ, സിയുടെ നെയ്ബർഹുഡിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സിയുടെ നെയ്ബർഹുഡിലെ പോയിന്റ്സിൽ എക്സ് നോക്കിയാൽ മതി. എഫ് ഈസ് ബൗണ്ടഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സി. പിന്നെ സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, അതുകൊണ്ട് എക്ക് ഒരു റോൾ ഉണ്ടാവും. എ ഇൻഡസ് എയിലും ഉണ്ടാവണം, വി ഡെൽറ്റ ഓഫ് സിയിലും ഉണ്ടാവണം. അത്തരം പോയിന്റ്സിന് എല്ലാം മോഡ് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഇതിന്റെ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ്. അപ്പോൾ സീക്വൻസിന്റെ ബൗണ്ടഡ്നെസ് അല്ല എന്ന് ഓർക്കണം. സീക്വൻസിന്റെ ടേംസ് എല്ലാം ആ നമ്പറിനേക്കാളും, ടേംസിന്റെ മോഡുലസ് എല്ലാ നമ്പറിനേക്കാളും ചെറുതായിരിക്കും. ഫംഗ്ഷൻ പറയുമ്പോൾ ഫംഗ്ഷന്റെ മോഡുലസ് വാല്യൂ, ഫംഗ്ഷൻ ബൗണ്ടഡ്, ജനറൽ ഫംഗ്ഷൻ ബൗണ്ടഡ്. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ ബൗണ്ടഡ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് സി. സി is a cluster point of the domain of the function. If there exists a, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു നെയ്ബർഹുഡ് വേണം. There exists a delta neighborhood v delta of c and a constant m greater than 0 such that ഫംഗ്ഷൻ പറയുമ്പോൾ mod of x less than or equal to m for all x element of, ഇവിടെ n കണക്ട് ചെയ്ത പോലെ ചെയ്യാനില്ല. എക്സ് അവിടെ നടക്കണ്ടേ ഫംഗ്ഷന്റെ ഡൊമൈനിലാണല്ലേ, പിന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എയിലാണ്. for all x element of a intersection. ഇന്ന നെയ്ബർഹുഡ് ഓഫ് സിയിലെ ബൗണ്ടഡ്നെസ് ആണ് നമ്മൾ പറയുക A intersection V delta of C എന്ന് നമുക്ക് പറയാൻ പറ്റും. This is the first definition. And the first theorem, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലിമിറ്റ്സിനെ കണക്ട് ചെയ്യുന്ന എക്സ് പ്ലസ് വൈ, എക്സ് ഇൻറ്റു വൈ, സി ഇൻറ്റു എക്സ്, അതുപോലെ എഫ് എക്സിന്റെയും ജി എക്സിന്റെയും രണ്ട് ഫംഗ്ഷൻസ് പറയാം. എഫ് ഇൻറ്റു എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, സി എഫ്, എഫ് ബൈ ജി, ഇതേപോലെയുള്ള ലിമിറ്റ്സിന്റെ കാര്യമൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ബൗണ്ടഡ്നെസ്സുമായിട്ട് കണക്ട് ചെയ്ത ഒരു തിയറമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. The theorem states that if a subset of R and if f from A to R, if a subset of R and f from A to R, if is a function from A to R, has a limit at C element of R. Function C യിൽ limit ഉണ്ട് at C element of R, then f is bounded on a neighborhood of C. ഫംഗ്ഷൻ സിയിൽ ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ സിയുടെ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആണ്. എഫ് ഇസ് ബൗണ്ടഡ് ഓൺ എ നെയ്ബർഹുഡ് ഓഫ് സി. നോട്ട്സ് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഫോംസ് ഒക്കെ എഴുതുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന തിയറം. ഫംഗ്ഷൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ഫംഗ്ഷൻ സിയിലെ നെയ്ബർഹുഡ്, ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ സിയിലെ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഈ സെക്ഷനിലെ ഫസ്റ്റ് തിയറം. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ട്. ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലിമിറ്റ് L ആണ് എന്ന് വിചാരിക്കുക. ഫംഗ്ഷന് സിയിൽ ലിമിറ്റ് ഉണ്ട്.
let L equal to limit x tends to c f of x. L ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ പ്രൂഫ് ആണ് ചെയ്യുന്നത്. let L equal to limit x tends to c f of x. അപ്പോൾ ലിമിറ്റ് എങ്ങനെ ഉണ്ടാകാം? given epsilon greater than 0 there exists a delta greater than 0 അല്ലെ epsilon neighborhood വന്ന് there exists a delta neighborhood v delta of c. ഇവിടെ ഇപ്പൊ അങ്ങനെയാ പറയേണ്ടത്, v delta of c, there exists a v delta of c. അത് നമുക്ക് അങ്ങനെ പറയാം. that is given epsilon greater than 0 there exists a v delta of c such that modulus of x minus c less than delta അല്ലേ, അതിൻ്റെ അർത്ഥം തന്നെ അത് നമുക്ക് മാറ്റി എഴുതാം അല്ലെ, പിന്നെ എഴുതാം implies modulus of f of x minus l less than epsilon. അപ്പൊ ഇവിടെ നമ്മളുടെ എപ്സിലോണിന്റെ ഉപയോഗം ഒന്നും ഇവിടെ കാണുന്നില്ല. നമുക്ക് ബൗണ്ടഡ്നെസ് പറയണ്ടേ, ലിമിറ്റ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ഓൺ എ നെയ്ബർഹുഡ്. അപ്പൊ എപ്സിലോൺ ഒന്നും ഇവിടെ റോളില്ല, പക്ഷെ ഡെൽറ്റയ്ക്ക് റോൾ ഉണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ ഈ എപ്സിലോണിനെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് എടുക്കും. എപ്സിലോണിനെ ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും ആക്കി എടുക്കാം. എപ്സിലോൺ ഒരു പർട്ടിക്കുലർ ചോയ്സ് എടുക്കും. അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് എപ്സിലോൺ ഈക്വൽ ടു 1 എന്നാണ്. എന്ത് വേണമെങ്കിലും എടുക്കാം. എപ്സിലോൺ ഈക്വൽ ടു 2 എന്ന് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ്. എപ്സിലോൺ അല്ല ചൂസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ചൂസ് എപ്സിലോൺ ഈക്വൽ ടു 1. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ കിട്ടും. ഡെൽറ്റ കിട്ടും എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നെയ്ബർഹുഡ് കിട്ടുമെന്ന്. ദെൻ there exists v delta of c ഈ എപ്സിലോൺ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട് v delta of c എക്സിസ്റ്റ് ചെയ്യും such that modulus of x minus c less than delta എന്ന് പറയുന്നതിന് വരെ ഇപ്പൊ ഞാൻ x element of v delta of c എന്ന് പറയുക. x element of v delta of c x not equal to c implies ഇതെന്താ, ഇത് നമ്മളുടെ ലിമിറ്റ് എക്സിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് L ആണ് എന്ന് പറയുന്നതിന് തന്നെ ആണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. implies modulus of f of x minus l less than epsilon equal to 1 എന്ന് എടുത്തിട്ടുണ്ട്. less than 1. പക്ഷെ നമുക്ക് മോഡുലസിനെ പറ്റി ഒരു റിസൾട്ട് അറിയാം. മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ആയിട്ടുള്ള ഒരു ബന്ധം നമുക്കറിയാം. എന്തായിരുന്നു ആ ബന്ധം? മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. അപ്പൊ നമുക്കത് എഴുതാമല്ലോ. മോഡുലസ് ഓഫ് f of x minus a equal to f of x, b equal to l. Modulus of l less than or equal to modulus of f of x minus l. ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരാം, ലെസ് ദാൻ 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? മോഡുലസ് ഓഫ് f of x. ഇനി നടുക്കത്തതിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. മൈനസ് മോഡുലസ് ഓഫ് l സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 എന്ന് ഈ സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ മോഡുലസ് ഓഫ് എഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ മോഡുലസ് ഓഫ് എൽ പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. മോഡൽ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിന് എന്താ വേണ്ട? ബൗണ്ടഡ്നെസ്സിന് മോഡ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി. ഇതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. വി ഡെൽറ്റ ഓഫ് സിയിൽ ശരിയാണ്. അപ്പോൾ എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്താലും വി ഡെൽറ്റ ഓഫ് സിയിലെ പോയിന്റ്സ് ആണ്, അവിടെയും ശരിയായിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പൊ എം ആയിട്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെറിയ പ്രശ്നമുണ്ട്. For all x element of A intersection V delta of C. V delta of C ആകുമ്പോൾ അതിൽ C ഉണ്ടാവും. അപ്പോൾ എയിൽ C ഉണ്ടാകാം, ഇല്ലാതെ വരാം. ക്ലസ്റ്റർ പോയിന്റ് മേ ബി എ മെമ്പർ ഓഫ് ദ സെറ്റ് ഓർ മേ നോട്ട് ബി എ മെമ്പർ ഓഫ് ദ സെറ്റ് എ. അപ്പോൾ എയിൽ C ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, മോഡൽ പ്ലസ് 1നെ M ആക്കാം. എയിൽ C ഉണ്ടായി പോയാൽ C ആ ക്ലസ്റ്റർ പോയിന്റ് ആ സെറ്റിൽ തന്നെ ഉള്ള ഒരു പോയിന്റ് ആയി പോയാൽ സിയിലെ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ പരിഗണിച്ചിട്ടില്ല. സിയിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? എഫ് ഓഫ് സി. വെദർ എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡൽ പ്ലസ് 1 എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ചിലപ്പോൾ അങ്ങനെയാകാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതാകാം. എഫ് ഓഫ് സി, സിയിൽ ഒരു പോയിന്റില്ല പ്രശ്നം. മോഡുലസ് ഓഫ് എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡൽ പ്ലസ് 1 എന്ന് കിട്ടിയാൽ പ്രശ്നമില്ല. അന്നേരം നമുക്ക് എമ്മിനെ ഇത് തന്നെയായിട്ട് എടുക്കാം, മോഡൽ പ്ലസ് 1 തന്നെയായിട്ട് എടുക്കാം. അങ്ങനെയാണ് നിർബന്ധമില്ല. ഫംഗ്ഷന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പോൾ എഫ് ഓഫ് സി എന്നൊരു സ്ഥലത്ത് മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കി വി ഡെൽറ്റ ഓഫ് സിയിലെ എല്ലാ പോയിന്റ്സിനെയും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എഫ് ഓഫ് സിയിൽ അത് ശരിയായില്ലെങ്കിൽ
നമ്മൾ supremum of f of c and model plus 1 m ആയിട്ട് സെറ്റ് ചെയ്യും. Then modulus of f of x less than or equal to m for all x element of a intersection v delta of c and hence the function is bounded in